തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി. പൂരം അലങ്കോലപ്പെട്ടത് ക്രൈംബ്രാഞ്ച് മേധാവി എസ് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസ് എഡിജിപി മനോജ് എബ്രഹാമും എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച സംസ്ഥാന പോലീസ് മേധാവിയും അന്വേഷിക്കും. സാമൂഹിക അന്തരീക്ഷം തകർക്കാനുള്ള ഒരു കുൽസിത പ്രവൃത്തിയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി ആവശ്യമെങ്കിൽ അത് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? നോക്കാം. എസ് ഷീജ വിശദമായ വിവരങ്ങൾ നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പ്രഖ്യാപിച്ചത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടരന്വേഷണമാണ്. ഇതിൽ മുഖ്യമന്ത്രി ആമുഖമായി സൂചിപ്പിച്ച കാര്യമെന്ന് പറയുന്നത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എഡിജിപി എം.ആർ. അജിത് കുമാർ കഴിഞ്ഞ മാസമാണ് DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. DGP സർക്കാരിന് 23-ാം തീയതി സെപ്റ്റംബർ 23-ന് റിപ്പോർട്ട് കൈമാറുന്നു. 24-ാം തീയതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ലഭിച്ചു. ആ റിപ്പോർട്ടിൽ വിശദമായി നടത്തിയ പരിശോധനയിൽ റിപ്പോർട്ട് സമഗ്രമല്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയും അതിൽ തുടരന്വേഷണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു. അതിൽ 3 തലത്തിലുള്ള തുടരന്വേഷണമാണ് സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP എച്ച് വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഇതിൽ ADGPയുടെ ഭാഗത്ത് നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ADGPയുടെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടായി എന്നുള്ള ഒരു റിപ്പോർട്ട് അതുകൂടി DGP മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ADGPക്കെതിരെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് ADGPക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ അത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ തുടർ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ ഒന്ന് സംഘപരിവാറിനും ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിലൊരു സമഗ്ര അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ ഏതായാലും സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആസൂത്രിത നീക്കങ്ങളെ ഒരു തരത്തിലും സർക്കാർ വെച്ചുപൊറുപ്പിക്കില്ല, അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി അടിവരയിട്ടു. മറ്റൊരു വിഷയം മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദുവിൽ വന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്, അതിൽ താൻ ഈ ഒരു അഭിമുഖം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ഹിന്ദുവിൽ നിന്നുള്ള രണ്ടുപേരാണ് അവിടെ ഈ അഭിമുഖത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത്. അതൊരു ലേഖകനും ഒരു ലേഖികയും ഉണ്ടായിരുന്നു. അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകിയിരുന്നു. പക്ഷേ PV അൻവറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മാത്രമാണ് മറുപടി നൽകാതിരുന്നത്. അതിന് കാരണം അത് വലിയ സമയമെടുത്ത് പറയേണ്ടി വരുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ഒഴിവാക്കിയത്. ഈ അഭിമുഖത്തിൽ പക്ഷേ ഞാൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ പക്ഷേ പ്രസിദ്ധീകരിച്ചപ്പോൾ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒരു ജില്ലയെ, ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേവരെ? അങ്ങനെ ഒരു നില എൻ്റെ ഭാഗത്തുണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ്.
അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് പക്ഷേ ഇതിൽ ഈ ഒരു PR ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെക്കുറിച്ച് തനിക്ക് അറിവില്ല. കാരണം ഈ അഭിമുഖം പുരോഗമിക്കുന്ന സമയത്താണ് മറ്റൊരാൾ കൂടി ആ മുറിയിലേക്ക് എത്തുന്നത്. അത് അവർക്കൊപ്പം ഉള്ള വ്യക്തിയാണ് എന്നുള്ളതാണ് താൻ ധരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അത് PR ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് തനിക്ക് മനസ്സിലായത് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഏതായാലും PR ഏജൻസിയുമായി സർക്കാരിന്, അതായത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഒരു തരത്തിലും PR ഏജൻസിയുമായി ബന്ധമില്ല, അല്ലെങ്കിൽ PR ഏജൻസിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു തരത്തിലും സർക്കാർ ഏജൻസി ഒരു തരത്തിലും സർക്കാരോ മുഖ്യമന്ത്രിയോ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപാടുകളും നടത്തിയിട്ടില്ല എന്നുകൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ഇതിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നു, മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ പങ്കില്ല എന്നുള്ള കാര്യം മാധ്യമങ്ങൾ തന്നെ അറിയാതെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും താൻ ഏതെങ്കിലും ഒരു ജില്ലയെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ ഒരു മതവിഭാഗത്തിനെതിരെയോ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായ ധാരണയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടായ തെറ്റ് അത് തിരുത്തുവാൻ വേണ്ടി ഹിന്ദു അവർ ഒരു മാതൃക കാണിച്ചു. ആ തെറ്റ് തിരുത്തുകയും ഖേദപ്രകടനം നടത്തുകയും മുഖ്യമന്ത്രി അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. PR ഏജൻസി പറഞ്ഞതനുസരിച്ചാണ് അവർ ആ ഒരു അഭിമുഖത്തിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവിടെ അവസാനിക്കുന്നതാണെന്ന് കൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മറ്റൊരു വിഷയം PV അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകിയത്. അതായത് PV അൻവർ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി ആദ്യം രംഗത്ത് വരുമ്പോൾ തന്നെ സർക്കാരിനും തനിക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു PV അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. പക്ഷേ ആ ഒരു ധാരണ വെച്ചല്ല സർക്കാർ അദ്ദേഹം ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ MLAയുടെ പരാതിയെ ആ ഒരു ധാരണ വെച്ചല്ല പരിഗണിച്ചത്, മറിച്ച് ആ പരാതിയെ ഗൗരവത്തോടെ തന്നെയാണ് പരിഗണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ പിന്നീട് അൻവറിന്റെ സമീപനത്തിൽ വലിയൊരു മാറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മെല്ലെ മെല്ലെ അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നതുകൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതിൽ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്, അതായത് ഇടതുപക്ഷം എന്നും സ്വീകരിക്കുന്നത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ്. പക്ഷേ ചില വർഗീയ ശക്തികൾ അവർക്കാണ് ഇത് വലിയ തോതിലുള്ള മനോവിഷമം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഏതെങ്കിലും ഒരു വിഭാഗം ഒരു വർഗീയ കക്ഷിക്കൊപ്പം നിൽക്കുന്നു എന്ന തരത്തിൽ വരുത്തി തീർക്കാനുള്ള പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമായി അൻവർ കൂടി മാറുന്നു എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് കൂട്ടിച്ചേർത്തത്. ആ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. നേരെ എവിടെയെത്തി? CPM പാർലമെന്ററി പാർട്ടിയിൽ നിന്നും LDFിൽ നിന്നും വിടുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എത്തി. ഞങ്ങൾ മറ്റേ വർഗീയതയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഗീയതയും ഈ ആരോപണം ഉന്നയിക്കും. ഇതിൽ ചിലർ ആ ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കളിയുടെ കൂടെ അൻവറും ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ പ്രസ്താവനകൾ കാണിക്കുന്നത്. ഏതായാലും ഈ രീതിയിൽ സമഗ്രമായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നിപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന് സഹായം ലഭിക്കാത്ത ഒരു സാഹചര്യം, അത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം ഷീജ പറഞ്ഞതുപോലെ വിവിധ വിഷയങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം ഈ പൂരവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നു, ത്രിതല തുടരന്വേഷണം.